ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായി വന്നതാണ്. നമ്മുടെ LP-UP പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സയൻസിൽ നിന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നതിന് പകരം നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലെ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരില്ലേ, അത് നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷയിലൊക്കെ തീർച്ചയായിട്ടും സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ ആയിക്കോട്ടെ അവിടെ നിന്നൊക്കെ വരാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഭാഗത്തു നിന്ന് വരുന്ന രണ്ട് ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നോക്കാൻ പോവുകയാണ്. ഓരോരോ ടോപ്പിക്കിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ പ്രതീക്ഷിച്ചോളുക. സമയം ഒരുപാട് ചിലപ്പോൾ പോവാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്പീഡൊക്കെ ആക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ 1-2 ഒക്കെ അറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ചില സാഹചര്യങ്ങളിൽ പറ്റും, ചില സാഹചര്യങ്ങളിൽ പറ്റില്ല. എന്താണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ABCD 1 2 3 4 ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധ. ഓക്കെ, നെഫ്രോളജി, യുറീമിയ, നെഫ്രൈറ്റീസ്, നെഫ്രക്ടമി. വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ, നെഫ്രോളജി, യുറീമിയ, നെഫ്രൈറ്റീസ്, നെഫ്രക്ടമി. വൃക്കയെക്കുറിച്ചുള്ള പഠനം, 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയും, ഇതിലേതെങ്കിലും ഒന്ന് അറിയുമായിരിക്കും. ചിലപ്പോൾ വൃക്കയെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്ക് അറിയുമായിരിക്കും. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് എന്താണ്, നെഫ്രോളജി എന്നുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്ത് ചെയ്തോളുക, നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് വെച്ചോളുക അല്ലേ. അപ്പോൾ അത് കിട്ടി. ഇനി വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വരും അല്ലേ. ഇവിടെ ഉണ്ടല്ലോ വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ A ആണ്. അപ്പോൾ അതിൽ നെഫ്രോളജി കഴിഞ്ഞു, യുറീമിയും നെഫ്രൈറ്റീസും നെഫ്രക്ടമിയും ആണുള്ളത്. അപ്പോൾ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധയാണ് ചോദിച്ചത്. അത് നെഫ്രക്ടൈസ് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 നമുക്കറിയാം, ബാക്കി 2 നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ 2 നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കുക. A3 എന്നുള്ള എത്ര എണ്ണം ഉണ്ട് നോക്കുക. A3 ഉള്ള എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇനി ബാക്കി നമ്മൾ സമയം കളയണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിലാണ് നമ്മുടെ സമയം അവിടെ പോകുന്നത്. ഇനി എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കൂടി പഠിച്ചിട്ട് പോകാം. അപ്പോൾ വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ നെഫ്രൈറ്റൈസ് ആണെന്നും വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയെ അറിയപ്പെടുന്ന പേരെന്തെന്നാണ് അടുത്ത ചോദ്യം. അത് നെഫ്രക്ടമി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത കളറിൽ കൊടുക്കാം, നെഫ്രക്ടമി. ഓക്കെ, 2 വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ചോദിച്ചാൽ അത് യുറീമിയ. അപ്പോൾ 4 D2 വരുന്ന ഏതൊക്കെയുണ്ട്, D2 വരുന്ന 3 എണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ B ആണ് ഓപ്ഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ D2 ആണ്. C വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്, C1 ആണ്. ഇനി വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ നെഫ്രക്ടമി അല്ലേ, B4. അപ്പോൾ ഇത് ഉത്തരം എന്താണ്, ഓപ്ഷൻ B ആണ്. അപ്പോൾ ഇവിടെ ചോദിക്കും കേട്ടോ, ഇങ്ങനെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. ശ്രദ്ധയോടുകൂടി അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ A. രണ്ടാമത്തെ പ്രസ്താവന, കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ K. 1, 2 എന്നിവ ശരിയാണ്, 1, 2 എന്നിവ തെറ്റാണ്. 1 ശരി, 2 തെറ്റ്, 2 ശരി, 1 തെറ്റ്. നോക്കിയേ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എന്നിട്ട് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ഉണ്ട് എന്ന് നമുക്കറിയാം. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ ഉണ്ട്, അത് കരൾ A തന്നെയാണ്.
ഇനി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്, വൈറ്റമിൻ കെ. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ 1, 2 എന്നിവ ശരിയാണ് എന്നാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഞാൻ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കലാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ, ഓക്കെ, മനുഷ്യ ശരീരത്തിലെ അരിപ്പ, ഗ്രൈൻഡിങ് മെഷീൻ, ശരീരത്തിലെ പമ്പ്, മനുഷ്യ ശരീരത്തിലെ രാസശാല. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പയും മനുഷ്യ ശരീരത്തിലെ രാസശാലയും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായാലും ശരീരത്തിലെ പമ്പ് ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ശരീരത്തിലെ പമ്പ് ഏതാണ് അല്ലേ? 3A ആണ്. കാരണം എന്താ? 3A ശരീരത്തിലെ പമ്പാണ്. അത് 3A ഉള്ള ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ സിയും ഉണ്ട് ഡിയും ഉണ്ട്. 3A ഉള്ള സിയും ഡിയും ഉണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം വെട്ടിക്കളയാം. ഇതെന്തായാലും വരില്ല. ഇനി ഗ്രൈൻഡിങ് മെഷീൻ അല്ലേ, അരയ്ക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നോക്കുക, കരളാണോ വൃക്കയാണോ ആമാശയമാണോ? അതിൽ തന്നെ നമുക്ക് കിട്ടിയില്ലേ, ആമാശയമാണ്. അപ്പോൾ 2D ആണ്. 2D വരുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇതിൽ രണ്ടിലും 2D ആണ്. അപ്പോൾ അവിടെയും നമ്മൾ കൺഫ്യൂഷനാണ്, അവിടെയും നമ്മൾ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ബാക്കി കൂടി അറിഞ്ഞാലേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെയാണ് തെറ്റാൻ സാധ്യത. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അരിപ്പ എന്ന് പറയുന്നത് വൃക്കയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ രാസശാല ഏതായിരിക്കും? കരളായിരിക്കും. അപ്പോൾ 1C വരുന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? ഇതിങ്ങനെ നമ്മൾക്ക് എത്താൻ പറ്റണം. ഓക്കെ, 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റി. ഈ 2 ഉള്ളൂ, അങ്ങനെ എത്താൻ പറ്റും കേട്ടോ. അടുത്തത് 4ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഓക്കെ, സൈറ്റോളജി, തോമസ് എഡിസൺ, WM സ്റ്റാൻലി, റോബർട്ട് ഹുക്ക്, എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രം, അന്തർസ്രാവി വ്യവസ്ഥ, വൈറോളജി. പിതാക്കന്മാരെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അന്തർസ്രാവി വ്യവസ്ഥയുടെ പിതാവ് ആരാണ്? വൈറോളജിയുടെ പിതാവ് ആരാണ്? ഈ 4 എണ്ണത്തെക്കുറിച്ച് നമുക്കറിയണം. വൈറോളജിയുടെ പിതാവ്, അന്തർസ്രാവി വ്യവസ്ഥയുടെ പിതാവ്. ഹോർമോണുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അന്തർസ്രാവി വ്യവസ്ഥയുടെ പിതാവ്, അന്തർസ്രാവി വ്യവസ്ഥയുടെ പിതാവ് തോമസ് എഡിസൺ ആണ്, T. എഡിസൺ. അപ്പോൾ 3A ഉള്ളത് ഏതാണെന്ന് നോക്കുക. 3A ഉള്ള 2 എണ്ണമാണ് ഉള്ളത്. 3A ഉള്ള 2 എണ്ണം, സിയും ഉണ്ട് ഡിയും ഉണ്ട്. 3A ഉള്ളത്. ഇനി നമുക്കത് കിട്ടി, അത് ഓക്കെയാണ്. സൈറ്റോളജിയുടെ പിതാവ് നോക്കാം. സൈറ്റോളജി നമുക്ക് പഠിക്കാനുള്ളതാണ്, സിലബസിലുള്ളതാണ്. അപ്പോൾ സൈറ്റോളജിയുടെ പിതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്കാണ് സൈറ്റോളജിയുടെ പിതാവ്. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 1C ഉള്ളത് ഏതാണെന്ന് നോക്കുക. 1C ഉള്ള 1 ഉള്ളൂ അല്ലേ? നമുക്ക് ഈ 2 എണ്ണം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. കാരണം എന്താ? അന്തർസ്രാവി വ്യവസ്ഥ 3A എന്നുള്ളത് ഈ 2 ഉള്ളൂ. അപ്പോൾ അതിൽ സിയും ഡിയും, അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് നമ്മൾ അടുത്ത ഒന്ന് എടുത്ത് നോക്കി. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്കാണ്. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നതോ സി ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത് വന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കൂടി ചെയ്ത് നോക്കണ്ടേ. വൈറോളജിയുടെ പിതാവ് ആരാണ് എന്നൊരു ചോദ്യം വരും. വൈറോളജിയുടെ പിതാവ് നോക്കുക, WM സ്റ്റാൻലി ആണ് കേട്ടോ, WM സ്റ്റാൻലി. ഇനി എന്തുണ്ട്? രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് 2D ആണ്. ആരാണ് 2D? നമ്മുടെ എഡ്വേർഡ് ജെന്നർ. ഓക്കെ, കിട്ടിയോ? ഇവിടെ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. കോളറ, എയ്ഡ്സ്, ക്ഷയം, കുഷ്ഠം, ശ്വാസകോശം, നാഡീവ്യവസ്ഥ, ചെറുകുടൽ, ലിംഫോസൈറ്റ്. എന്താണ്? രോഗവും ബാധിക്കുന്ന അവയവവുമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എയ്ഡ്സ് ഏതിലാണ് വരിക? ശ്വാസകോശത്തെയാണോ, ചെറുകുടലിനെയാണോ, നാഡീവ്യവസ്ഥയാണോ? എയ്ഡ്സ് ബാധിക്കുന്നത് അല്ലെ? ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ പ്രതിരോധ വ്യവസ്ഥയല്ലേ ബാധിക്കുക. ഇനി കോളറ ബാധിക്കുന്നത് ഏതിനെയായിരിക്കും? ശ്വാസകോശമാണോ, നാഡീവ്യവസ്ഥയാണോ? അല്ല, ചെറുകുടലിനെയാണ്. അപ്പോൾ ഇത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതിലേക്കൊക്കെ പോകുന്നതിന് പകരം അറിയുന്നതാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതല്ലേ നല്ലത് അല്ലേ? അപ്പോൾ 1 കിട്ടി, 2 കിട്ടി, 3 നമ്മൾ നോക്കുന്നത്. ക്ഷയം ബാധിക്കുന്നത് എന്തിനെയായിരിക്കും? ക്ഷയം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്.
കുഷ്ഠം ബാധിക്കുന്നത് എന്തിനെയായിരിക്കും? കുഷ്ഠം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. അപ്പോൾ 1C ഉള്ള എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1C ഉള്ളതാ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ 2 നോക്കുക. 2D ആണ്. 2D അല്ലേ? 2D ഉള്ള 3 എണ്ണം ഉണ്ട്. 3 ക്ഷയം A ആണ്. 3A ഉള്ളത് നോക്കുക. 4 ഇത് ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം എല്ലാത്തിലും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുഷ്ഠം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥ 4B ഉള്ള 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം നമുക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, ഈ രീതിയിലൊക്കെ ചോദ്യം വരുമോ, ഇത് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ, ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്യുക. നിർബന്ധമായിട്ട് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ചേരുംപടി ചേർക്കാനാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാര, പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാര. അസ്പാർട്ടം, ഫ്രാക്ടോസ്, ലാക്ടോസ്, സാക്കറിൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞു. പോസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിർബന്ധമായിട്ട്. ഓക്കെ. അപ്പോൾ പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ലാക്ടോസ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ലാക്ടോസ് ആണ് അല്ലേ? പാലിൽ അടങ്ങിയിരിക്കുന്നത് ലാക്ടോസ് ആണ്. ഇനി പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിക്കാം. പഴം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഫ്രാക്ടോസ് ആണ്. ഇനി കൃത്രിമ പഞ്ചസാര, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാര ഏതാണ് എന്നൊരു ചോദ്യം വരും. അത് സാക്കറിൻ ആണ് കേട്ടോ. സാക്കറിൻ ആണ്. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാര അസ്പാർട്ടം. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻ നോക്കുക. എ വരുന്നത് 3 ആണ്. എ വരുന്ന 3 ഒന്നേ ഉള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ തന്നെയാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ കിട്ടില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. 3 സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിൽ കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം. 4 നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമാവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം. ഇവിടെ നോക്കണേ, കുറച്ച് പ്രകാശ പ്രതിഭാസങ്ങൾ തന്നിട്ടുണ്ട്. പൂർണ്ണാന്തരിക പ്രതിഫലനം, വിഭങ്കനം, അപവർത്തനം, വ്യതികരണം. ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മലയാളമേ വരുള്ളൂ. അപ്പോൾ മലയാളം നിർബന്ധമായിട്ടും പഠിക്കണം. ഒപ്റ്റിക്കൽ ഫൈബർ അത് ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓക്കെ. ഒപ്റ്റിക്കൽ ഫൈബർ പൂർണ്ണാന്തര പ്രതിഫലനമുള്ളത് ഏതാ? 1A തന്നെയാണ്. അപ്പോൾ വിചാരിക്കും ഇങ്ങനെ തരുമോ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയും തരും. PSC ഇങ്ങനെ തന്നാൽ അല്ലേ, ചിലപ്പോൾ ഇങ്ങനെ തരും. നമ്മൾ വിചാരിക്കും അങ്ങനെ തരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് എഴുതാതെ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തരും. അപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് 2 1 ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. 1A ഉള്ള എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1A ഉള്ള 2 ഉണ്ട്. അപ്പോൾ ബിയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഡിയും ഡിലീറ്റ് ചെയ്യാം. കാരണം ഇവിടെ 1C ആണ്, 1C ആണ്. ശരിക്കും 1A വരേണ്ടത്. അപ്പോൾ ഈ 2 നോക്കിയാൽ മതി. ഇനി ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണം എന്ത് എന്നാണ് ചോദ്യം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തുക. അറിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. സോപ്പ് കുമിളയിലും വെള്ളത്തിലും എണ്ണപ്പാളിയിലും കാണപ്പെടുന്നതിന് അല്ലേ ആ ഒരു തിളക്കം ഉണ്ടാവുമല്ലോ, മഴവില്ല് കാണാൻ കഴിയും. അതെന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിന് കാരണം വ്യതികരണമാണ്. അപ്പോൾ 3D ആണ് അല്ലേ. 3 ഏതായിരിക്കും? D ആയിരിക്കും. 3D ഉള്ളത് ഏതാണ് നോക്കുക. 3D ഉള്ളത് ഇതാ ഇവിടെ കിട്ടി. C ആണ് നമ്മുടെ ഉത്തരം. ഉത്തരം C ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്തായിരിക്കും? ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയേ 2C ആണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്നപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് പെൻസിൽ അതിലിട്ടാൽ പെൻസിൽ മുറിഞ്ഞ പോലെ തോന്നും. അപവർത്തനമാണ് കാരണം. ഇനി നിഴലുകൾ ക്രമരഹിതവും അരിക് അവ്യക്തവുമായി കാണപ്പെടുന്നതിന് കാരണം വിഭങ്കനമാണ്. 4B ആണ്. വിഭങ്കനമാണ് വരിക. ഓക്കെ, വിഭങ്കനമാണ് വരിക. കിട്ടിയില്ലേ? 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്
ചിലപ്പോൾ ഇങ്ങനെ ഒറ്റ വായനയിൽ തന്നെ നമ്മുടെ മനസ്സിലൊരു ഉത്തരം വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ അവിടെ ഉണ്ടോ എന്ന് നോക്കുക, അപ്പോൾ കിട്ടും നമുക്ക് എളുപ്പമായിട്ട്. ഓക്കെ, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് അല്ലേ. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് ആര് എന്നൊരു ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് അഗസ്റ്റിൻ ഫ്രെണലാണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എ വരുന്നത് 3 എ 3 വന്ന ഒരെണ്ണേ ഉള്ളൂ. ഇത് തന്നെയാണ് ഉത്തരം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 4, അത് ഓക്കെയാണ്. ഇനി സി എന്തായിരിക്കും? വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ്വെൽ ആണ് കേട്ടോ. മാക്സ്വെൽ നോക്കണേ, മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ ഉപജ്ഞാതാവ്. മാക്സ്വെൽ ആണ്. പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് അത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് കേട്ടോ. ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഓക്കെ, കിട്ടിയില്ലേ? യെസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 9ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. കോപ്പർ, മെർക്കുറി, കാഡ്മിയം, ലെഡ്, മീനമാത രോഗം, ഇഥായ്, പ്ലംബിസം, വിൽസൺസ് രോഗം. അതായത് ലോഹങ്ങളും അതിൻ്റെ ആധിക്യം മൂലമുള്ള രോഗങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. രോഗം. അപ്പോൾ ഇവിടെ ലോഹമല്ല, മൂലകങ്ങളും ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങളും. കോപ്പർ, ചെമ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയും, വിൽസൺസ് രോഗമാണ്. അപ്പോൾ A4 ഏതൊക്കെ ഉണ്ട് നോക്കുക. ഒറ്റന്നേ ഉള്ളൂ, ബി ആണ് ഉത്തരം. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഇത് അറിയില്ല, മെർക്കുറി അറിയാമെന്ന് വെച്ചോ, മെർക്കുറി മീനമാതയാണെന്ന് അറിയാമെന്ന് വെച്ചോ, അപ്പോൾ ഇങ്ങനെ കറുപ്പിച്ച് നോക്കിയാൽ മതി, കിട്ടും. ഇനി മെർക്കുറി മീനമാതയാണെന്ന് അറിയില്ല, കാഡ്മിയം അറിയാമെന്ന് വെച്ചോ, കാഡ്മിയം അറിയാം. ഇഥായ് ആണ് കാഡ്മിയം, അതാണ്. ലെഡ്, പ്ലംബിസം, ലഡ്ഡു പ്ലം തിന്നു എന്ന് വിചാരിച്ചാൽ മതി, പ്ലം ഇട്ട ലഡ്ഡു എന്ന് വിചാരിച്ചാൽ മതി. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10 ചേരുംപടി ചേർക്കുക തന്നെയാണ്. 9ഓളം ചേരുംപടിയാണ് നമ്മളിതിൽ വന്നിട്ടുള്ളത്. നമ്മൾ 10ാമത്തെ നോക്കുമ്പോൾ ന്യൂട്രോൺ, പോസിട്രോൺ, ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരെന്നാ? ബ്രൂസ് കോർക്ക്, ചെമ്പർലൈൻ, സെഗ്രേൻ 2 ആളാണ്. ആൻറ്റി പ്രോട്ടോണിൽ നമുക്കിവിടെ കാൾ ആൻഡേഴ്സണും ജെയിംസ് ചാഡ്വിക്കും. എളുപ്പമായിട്ട് കിട്ടും അല്ലേ? ഇതിലൊന്ന് എന്തായാലും നിങ്ങൾക്കറിയാം, ന്യൂട്രോൺ എന്തായാലും നിങ്ങൾക്കറിയാം, ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ജെയിംസ് ചാഡ്വിക് ആണെന്നുള്ളത് സംശയമേ ഇല്ല അല്ലേ? നിങ്ങൾക്കത് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ A4 ആണെങ്കിൽ A4 വരുന്ന എത്ര എണ്ണം ഉണ്ട് നോക്കുക. A4 വരുന്ന B ഉണ്ട്, D ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ അല്ലേ? ഇത് നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? കളയാം. ഇനി പോസിട്രോൺ കണ്ടെത്തിയത് ആരാണെന്നും നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. പോസിട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൾ ആൻഡേഴ്സൺ ആണ്. കാൾ ആൻഡേഴ്സൺ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ B3 ആണ്. B3 വരുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരി ഉത്തരം. D ആണ് ശരി ഉത്തരം. അപ്പോൾ കിട്ടും, എളുപ്പമാണ്, സമയം തിരി പോകുന്നേ ഉള്ളൂ. നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യമാണ്. C, ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് ചോദിച്ചാൽ ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് C2 ആണ്. ചെമ്പർലൈനും സെഗ്രേനുമാണ്. ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്കാണ് കേട്ടോ. ബ്രൂസ് കോർക്കാണ്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളാണ് നോക്കിയത്. 10ഉം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കലാണ്. അതിൽ ഒരെണ്ണേ മറ്റേ ഒരു പ്രസ്താവന തന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് വരും. സമയം പോകാനുള്ളതാണ്, നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്, കോൺസെൻട്രേഷൻ വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1-2 അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലേക്ക് വന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ ബാച്ച് മാർച്ച് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. 1800 രൂപയാണ് നമ്മുടെ LP-UPയുടെ പരീക്ഷ വരെയുള്ള കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അടുത്ത ദിവസം ഇതിനേക്കാളും വലിയ നല്ല ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി. നന്നായിട്ട് പഠിക്കുക.